ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? വില കൂടിയ കളിപ്പാട്ടമോ? വലിയ വീടോ? അല്ല. അവൻ വേണ്ടതേ വീട്ടിൽ സമാധാനമാണ്. രാത്രിയില്ല. അമ്മയും അച്ഛനും വഴക്കിടാതെ ഒരുമിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു വീട്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. ഞാൻ ഇത് പറയുന്നത് പുസ്തകത്തിൽ വായിച്ചതുകൊണ്ടല്ല, ഞാൻ അതിലൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ടാണ്. എന്റെ ബാല്യത്തിൽ വീട്ടിലെ നിശബ്ദത പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ആ നിശബ്ദതയ്ക്ക് ശേഷം വഴക്ക് തുടങ്ങുമോ എന്ന ഭയം. ഒരു കുട്ടിയില് മാതാപിതാക്കളുടെ എല്ലാ വാക്കുകളും മനസ്സിലാക്കില്ല, പക്ഷേ അവരുടെ ശബ്ദത്തിലെ വേദന അവൻ മനസ്സിലാക്കും. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ വേർപിരിയൽ തന്നെയാകാം ഏറ്റവും സുരക്ഷിതമായ തീരുമാനം. പീഡനമുണ്ടെങ്കിലേ, ജീവൻ ഭീഷണിയുണ്ടെങ്കിലേ ആ തീരുമാനം ശരിയായിരിക്കാം. ഇത് അതിനെ എതിർക്കുന്ന വീഡിയോ അല്ല. പക്ഷേ ചില കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുടെ തുടക്കം സാമ്പത്തിക സമ്മർദ്ദമായിരിക്കും. ഒരു അച്ഛന് ജോലി നഷ്ടപ്പെടുന്നു, പുതിയ ജോലി കിട്ടുന്നു, പക്ഷേ പഴയ ശമ്പളം ഇല്ല, വരുമാനം കുറയുന്നു, ചെലവുകൾ പഴയതുപോലെ തന്നെ. സമ്മർദ്ദം കൂടുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വഴക്കുകളാകുന്നു. ചില വീടുകളിൽ ആ വഴക്ക് വിവാഹമോചനത്തിൽ അവസാനിക്കും. എല്ലാവരുടെയും കഥ അങ്ങനെയല്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന കുടുംബങ്ങളും ഉണ്ട്. ആ ദിവസത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മാറുന്നത് കുട്ടിയുടെ ലോകമാണ്. ഒരു വീട്ടിൽ നിന്ന് 2 വീടുകളിലേക്ക്, ഒരു ജന്മദിനത്തിൽ ആരെയൊപ്പമിരിക്കണം എന്ന ആശയക്കുഴപ്പം, സ്കൂൾ പരിപാടിയില്ല, 2 പേരെയും അന്വേഷിക്കുന്ന കണ്ണുകൾ, പുറത്ത് ചിരിക്കുന്ന കുട്ടിയെ, അകത്ത് 100 ചോദ്യങ്ങളുമായി ജീവിച്ചേക്കാം. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം മാത്രം ചോദിക്കൂ. ഈ തീരുമാനത്തിന്റെ ഭാരം ഏറ്റവും കൂടുതൽ ചുമക്കുന്നത് ആരാണ്? ഉത്തരം പലപ്പോഴും ഒരു ചെറിയ കുട്ടിയായിരിക്കും. ഒരു ദാമ്പത്യം 2 ആളുകളുടെ ബന്ധം മാത്രമല്ല, ഒരു കുട്ടിയുടെ ലോകം കൂടിയാണ്. അതുകൊണ്ട് സുരക്ഷയും മാന്യതയും ഇല്ലാത്ത ബന്ധത്തിൽ തുടരുക എന്നല്ല, പക്ഷേ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സംസാരിക്കാൻ ശ്രമിക്കൂ. കാരണം ചില സംഭാഷണങ്ങൾക്ക് ഒരു വിവാഹം മാത്രമല്ല, ഒരു കുട്ടിയുടെ മുഴുവൻ ബാല്യവും രക്ഷിച്ചേക്കാം.